ഹലോ, രാവിലെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയല്ലേ, എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന വീട്ടുജോലികളൊക്കെ ചെയ്ത് തീർക്കുമായിരിക്കും അല്ലേ. 7 ദിവസത്തെ 6 ദിവസം ജോലിക്ക് പോയിട്ട് വന്ന 7ാമത്തെ ദിവസം വീട്ടിലിരിക്കുമ്പോൾ നല്ലൊരു ജോലിയും പണിയൊക്കെ കാണും. കണ്ടോ, രാവിലെ ഞാൻ മുറ്റോടിക്കാൻ ഇറങ്ങിയതായിരുന്നു. മുറ്റോടിയൊക്കെ കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് നാശം വന്ന് നിൽക്കുവാണേ. എന്നാൽ പിന്നെ ഒരു ജസ്റ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് 9 മണിയായുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് പറയാലോ. മുളകെല്ലാം പഴുത്ത് നാശം വന്ന് നിൽക്കുക. കിളികളൊക്കെ തിന്ന് മടുത്തു. ഇന്ന് ഇതിനെ പറിച്ച് ഇച്ചിരി ഉപ്പൊഴിച്ചങ്ങ് ഇടാം. സമയം പോലെ ഇനി ഒന്ന് അച്ചാറിട്ട് വെക്കാം. മക്കൾ ചിലപ്പോൾ അടുത്ത ആഴ്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി മുളകച്ചാർ കൊടുത്തു വിടാം. അവളവിടെ കൊണ്ടുപോയി ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അവളുടെ കൂട്ടുകാരിക്കൊക്കെ കൊടുക്കും കേട്ടോ. കൂട്ടുകാർക്കൊക്കെ കൊടുത്തോളാൻ ഞാൻ പറഞ്ഞു. ഇത് അവിടെ കുറേ പച്ച മുളക് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, നല്ല പഴുത്ത മുളക് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതിലെല്ലാം കിടക്കുവാണേ. ഈ താഴ്ഭാഗത്തുള്ളതൊക്കെ നമ്മൾ ഓടി വന്ന് 2 വീതം പറിച്ചുകൊണ്ട് പോകും. പക്ഷേ മുകളിലേക്ക് കയ്യെത്തുകയല്ലോ, കയ്യെ വളയ്ക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. ഇന്നലെ പപ്പ പിന്നെ കപ്പളങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെയും കൊണ്ട് ഇന്ന് കപ്പളങ്ങയും പയറും കൂടെ, വൻപയറും കപ്പളങ്ങയും കൂടെ ഒന്നുമില്ലെങ്കിൽ ചാറ് വെക്കും, ഇല്ലെങ്കിൽ തോരൻ വെക്കും. അങ്ങനെ ഒരു പണി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നാടൻ കറികളൊക്കെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് യാതൊരുവിധ സ്പെഷ്യലും ഞങ്ങളിവിടെ മേടിച്ചിട്ടില്ല. ഇന്ന് അതൊന്നും വേണ്ട. സ്പെഷ്യലിന് പോയാൽ മറ്റുള്ള ജോലികളൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കാൻ നടന്നാൽ ഇന്നൊരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇത് നല്ല വെയിലും വെട്ടമൊക്കെ കണ്ടോ, നല്ല അന്തരീക്ഷം, പഞ്ഞിക്കെട്ട് പോലെയുള്ള വെള്ള മേഘങ്ങൾ, നീലാകാശം, അതിലെ വണ്ടി പോകുന്നു കണ്ടോ, പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പഴയ കാലത്ത് ഒരു റോസ നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ ചെമ്പരത്തിപ്പൂവ്, വേറെ എന്തൊക്കെയോ പൂക്കളുണ്ട്. ഡാലിയപ്പൂ വിരിച്ച് നിൽക്കുന്നു, താഴത്തെ പൂക്കളുണ്ട്. എനിക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ ജീവനാണ്. പൂച്ചെടികൾ ഞാനൊരു 5 വയസ്സിൽ പൂച്ചെടികളെ പ്രേമിക്കാനും സ്നേഹിക്കാനും നടാനും നട്ടു വളർത്താനും തുടങ്ങിയതാണ്. ഇന്നും അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും, വീട്ടുകാരൊക്കെ പറയും, മുറ്റം നിറച്ച് വനം വെച്ച് പിടിപ്പിച്ചേക്കുക, പാമ്പ് കയറിയിരുന്ന അറിയില്ല, എന്തിനാ ഇങ്ങനെ ഇത്രയും പൂച്ചെടി വെച്ച് പിടിപ്പിച്ചേക്കണം, ഇതൊക്കെ കുറേ വെട്ടിക്കള, അല്ലെങ്കിൽ പാമ്പ് കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ അതൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കതൊന്നും വെട്ടിക്കളയാൻ ഇഷ്ടമില്ല കേട്ടോ. പൂക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. പച്ചക്കറി നടുക, പൂക്കൾ നടുക, അന്താരാഷ്ട്ര കൃഷി വരെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയല്ല. ഇപ്പോൾ ഇതുണ്ട്, നല്ല മുള്ളാത്ത നിൽക്കുന്നുണ്ട്, കായ്ക്കാറായി വരുന്നുണ്ടേ. ഇത് ഞാനൊരു 4 കൊല്ലം മുമ്പ് തൊഴിലുറപ്പിന് പോയപ്പം ആ തൊഴിലുറപ്പ് പണിത പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരു കുഞ്ഞു തൈ നട്ടതാണ് കേട്ടോ. ഇതുണ്ടോ, അതിൻ്റെ ചോറൊക്കെ കണ്ടോ, എന്നാ വലുതായി നോക്കി. എന്തുവാടാ കുറയ്ക്കുന്നത്? പൂച്ച